നിലമ്പൂരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വോട്ട് കച്ചവടം നടക്കുന്നുവെന്ന് PV അൻവർ. പണമിറക്കി വോട്ട് വാങ്ങുവാൻ ശ്രമിച്ചാൽ തടയുമെന്നും PV അൻവർ പറഞ്ഞു. ഇവിടെ വ്യാപകമായ വോട്ട് കച്ചവടം ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ചില മന്ത്രിമാരും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുമാണ്. അതിന്റെ ഒരു കൃത്യമായ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് പള്ളിക്കുത്ത് വരെ പോയാൽ മതി. പള്ളിക്കുത്ത് ഒരു പെന്തക്കോസ് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ വീട്ടില് ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയൊക്കെ ഭക്ഷണത്തിന് ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. 2 മന്ത്രിമാരാണ് അതിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ ക്രൈസ്തവ മേഖലയിൽ ഈ കുടിയേറ്റ കർഷകർക്കുണ്ടായ വിഷയങ്ങളാണ് ഞാൻ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം. ആ വിഷയം കൃത്യമായും അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഈ വിഷയത്തിൽ സത്യസന്ധമായ നിലപാടെടുക്കുന്നത് PV അൻവറാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ കുടിയേറ്റ മലയോര കർഷകർക്കും സാധാരണ മനുഷ്യന്മാർക്കും ഉണ്ട്. വരാനിരിക്കുന്ന 2026 നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇത് വ്യാപകമായി നടക്കുന്ന നമുക്കറിയാം. ഇപ്പൊ നീലഗിരിയിലൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളെ ആളുകളൊക്കെ പറഞ്ഞത് എന്താ പറയാ, 10,000 രൂപ വരെ ഒരു വോട്ടിന് കൊടുക്കുന്നു. 5 വോട്ടിലെ വീട്ടിൽ 50,000 ഒക്കെയാണ് കൊടുക്കുന്നത്. ആ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. വലിയ പുരോഗതി ഉണ്ടാവും ഇവിടെ. അതിനുള്ള കോടാന കോടികൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഈ മസിൽ പവർ. ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ഈ 3ാമതും വരുമെന്ന് പറയുന്നത് എന്താ? കേരളത്തിലെ പാവപ്പെട്ടവരെ ഈ രീതിയിൽ പണം കൊടുത്ത് വാങ്ങാന്നുള്ള ഉദ്ദേശത്തിന്റെ ഒരു ട്രയൽ റൺ ആയിട്ട് നിലമ്പൂർ അവർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ആ ട്രയൽ റണ് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ എതിർത്ത് തോൽപ്പിക്കപ്പെടും. പിന്നെ എൻ്റെ അടുത്ത് ഇന്നലെ ഈ കാര്യം എന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു, പൊതുവിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ പണം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ അവരെ വാങ്ങിക്കോട്ടെ, അവരോടത് വാങ്ങാൻ പറയണം നിങ്ങൾ. കാരണം അവരെ പൈസയാണല്ലോ, സർക്കാരിന്റെ നമ്മൾ നികുതി കൊടുത്ത പണമാണല്ലോ, അല്ല അവൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കാശല്ലല്ലോ. അത് വാങ്ങി ഒരാഴ്ചക്കില്ല അവരെ കാര്യം നടക്കെങ്കിൽ നടക്കട്ടെ. വോട്ട് അവർക്കറിയാം ആർക്കാ ചെയ്യേണ്ടതെന്നുള്ളത്. ഒഴിവാക്കി കളയണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ വോട്ടർമാരെ വിലയ്ക്ക് വാങ്ങാമെന്ന് മരുമോനും സംഘവും കരുതിയാൽ തടയുമെന്ന് അൻവർ പറഞ്ഞു. ചതിപ്രയോഗത്തിലൂടെ വോട്ട് കച്ചവടം നടത്തുവാനാണ് ശ്രമം. തമിഴ്നാട്, കർണാടക മാതൃകയിലേക്ക് കേരളത്തെ മാറ്റുവാനാണ് ശ്രമം. അതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. പെന്തക്കോസ്ത് സഭ ഉൾപ്പെടെയുള്ളവർ സാമ്പത്തികമായി പിന്നോക്കമായതിനാൽ വോട്ട് വിലയ്ക്ക് വാങ്ങുവാനാണ് ശ്രമിക്കുന്നത്. ഇത്തരക്കാരുടെ അഭിമാനക്ഷതമുണ്ടാകുന്നതിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ തടയും. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആരുമില്ലായിരുന്നു. ഒരു സെമിത്തേരിയിലേക്കുള്ള വഴി പ്രശ്നം 2016 താനാണ് പരിഹരിച്ചത്. വഴിക്കടവിൽ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് 25 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. വല്ലപ്പുഴയിൽ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും വേട്ടമൃഗത്തിന്റെ ഇറച്ചി കച്ചവടത്തിന് പിന്നിൽ ആരെന്ന് അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.